മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം ദ്വാദശസ്കന്ധം ഏകാദശോധ്യായ. ശൗനക ഉവാച അധേമമർത്ഥം പൃച്ഛാമോ ഭവന്തം ബഹുവിത്തമം സമസ്തതന്ത്രരാദ്ധാന്തേ ഭവൻ ഭാഗവത തത്വവിൽ. ഹേ ഭാഗവത എന്ന് വിളിക്കണം. ശൗനക മഹർഷി സൂതനെ വിളിക്കുകയാണ്. അങ്ങനെ അങ്ങനെ ഭവാൻ സമസ്ത തന്ത്രരാദ്ധാന്ത എല്ലാ ഈ തന്ത്രങ്ങളിലേക്ക് ആ സിദ്ധാന്തത്തിലെ തത്വജ്ഞനാണ്. വൈദികമായിട്ടുള്ള താന്ത്രികമായിട്ടുള്ള എല്ലാ വിവരവും അങ്ങയ്ക്കുണ്ട്. അതുകൊണ്ട് ഏറ്റവും അറിവുള്ള അങ്ങയോടുതാ ഈ ഞാൻ ഇത് ചോദിക്കണം, ഒരു കാര്യം ചോദിക്കേണ്ടത് എന്താണ്? താന്ത്രികാ പരിചര്യായം കേവലസ്യ ശ്രിയപദേ അങ്കോപാംഗ ആയുധാകൽപ്പം കൽപ്പയന്തി യഥാചയൈ തന്നോ വർണ്ണയ ഭദ്രം തേ ക്രിയായോഗം ബുത്സദം യേന ക്രിയാനൈപുണേന മർത്യോയായാമർത്യതാം. ഇതിൽ ചിന്മാത്ര കേവലസ്യ ചിന്മാത്ര സ്വരൂപനായിട്ടുള്ള ആ ശ്രീപതിയുടെ ആ ഭഗവാന്റെ ആ താന്ത്രികമായിട്ടുള്ള ഉപാസനയില് യഥായയിച്ച ഏത് വിധം ഏതൊക്കെ തത്വങ്ങളെ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അംഗോപാംഗ ആയുധ അദ്ദേഹത്തിൻ്റെ അംഗങ്ങൾ ഉപാംഗങ്ങൾ ആയുധങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ ക്രിയായോഗം അറിവാൻ ആഗ്രഹിക്കുന്ന ബുബുത്സതാം അറിവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട് അങ്ങ് വർണ്ണിച്ചു തരണം. അങ്ങക്ക് ഭദ്രം വരട്ടെ. ഏന ക്രിയ ആ കാരണം എന്താ വെച്ചാൽ അത് ആ തത്വം അറിഞ്ഞുകൊണ്ട് പൂജിക്കുകയാണ്. ക്രിയായോഗം ചെയ്യുക ആ വിധി പ്രകാരം ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഷ്ഠാനം ചെയ്യുകയാണെന്ന് വെച്ചാൽ മനുഷ്യൻ ദേവനായിട്ട് ഭവിക്കുന്നതാണല്ലോ. മർത്യ അമർത്യതാം പ്രാപിക്കുന്നതാണ് പറയാറ്. അതുകൊണ്ട് ആ ക്രിയായോഗത്തിൽ അതിൻ്റെ തത്വങ്ങളെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. അതിന് ഉത്തരമായിട്ട് സൂത ഉവാച നമസ്കൃത്യ ഗുരുൻ വക്ഷി വിഭൂതിർ വൈഷ്ണവീരവി യാ പ്രോക്ത വേദതന്ത്രാഭ്യാം ആചാര്യൈ പത്മജാതിഭി. സൂതൻ പറയാൻ തുടങ്ങുകയാണ്. എൻ്റെ ഗുരുക്കളെയൊക്കെ വന്ദിച്ചുകൊണ്ട് വൈഷ്ണവീ വിഭൂതികൾ വിഷ്ണുവിൻ്റെ ആ വിഭൂതികളുണ്ടല്ലോ അതിനെ ഞാൻ അങ്ങയ്ക്കതിൽ എങ്ങനെയാണ് ഇതാണ് ആചാര്യ ബ്രഹ്മാവ് തുടങ്ങിയുള്ള ആചാര്യന്മാരെല്ലാവരും വേദങ്ങളിലും തന്ത്രങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണത്. അത് ഞാൻ അങ്ങയ്ക്ക് ഭവന്മാർക്ക് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. മായാദ്യൈ നവഭിസ്തത്വൈ സവികാരമയോ വിരാട് നിർമ്മിതോ ദൃശ്യതേയത്ര സജിൽക്കേ ഭുവനത്രയം. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയത് ആരാണ്? ആ വിരാട് പുരുഷനിൽ നിന്നാണ്. അതെങ്ങനെയാണ്? ആ മായ തുടങ്ങിയിട്ടുള്ള 9 തത്വങ്ങളെ കൊണ്ടാണ് ഈ വികാരം പ്രാപിച്ചിട്ടുള്ള അതിലെ വിരാട് പുരുഷൻ അതിൽ നിന്നാണ് ചേതനാധിഷ്ഠിതമായിട്ടുള്ള ഭുവനത്രയം ദൃശ്യ 3 ലോകം കാണുന്നത് എന്ന് അതുണ്ടല്ലോ. അതെന്തൊക്കെയാണ് ഈ 9 തത്വങ്ങൾ? അതായത് മൂലപ്രകൃതി, സൂത്രാത്മാവ്, മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകൾ. ഇങ്ങനെയാണ് 9 എണ്ണം. തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇങ്ങനെ 9 തത്വങ്ങളെ കൊണ്ടാണ് വിരാട് പുരുഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പറയാറുള്ളത്. ഏതദ്വൈ പൗരുഷം രൂപം ഭൂപാദൗ ദ്യൗ ശിരോ നഭ നാഭി സൂര്യോക്ഷിണീനാസേ വായു കർണൗ ദിശ പ്രഭോ. ഇങ്ങനെയുള്ള ആ വിരാട് പുരുഷൻ പ്രപഞ്ചം സ്വരൂപം മുഴുവൻ ഭഗവാനായിട്ട് കാണുന്നത്. അപ്പോൾ ഭൂമി ആണ് പാദങ്ങൾ വിരാട് പുരുഷന്റെ. ദ്യൗ ശിരസ് സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗലോകമാണ് അദ്ദേഹത്തെ ശിരസ്. നഭ ആകാശം, അതായത് അന്തരീക്ഷം എന്നുള്ളത് ആ വിരാട് പുരുഷന്റെ അതിൽ അതാണ് നാഭി. സൂര്യ അക്ഷിണി കണ്ണുകളാണ് സൂര്യൻ. വായു നാസിക നാസദ്വാരങ്ങളാണ് വായു. ദിക്കുകളാണ് ഭഗവാന്റെ ആ വിരാട് പുരുഷന്റെ കർണങ്ങൾ. പ്രജാപതി പ്രജനനം അപാനോ മൃത്യുരീശിരു തൽബാഹവോ ലോകപാല മനശ്ചന്ദ്രോ ഭ്രുവൗയമാ. ആ വിരാട് പുരുഷന്റെ ജനനേന്ദ്രിയം അതാണ് പ്രജാപതി. ബ്രഹ്മാവ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിൽ സൃഷ്ടി നടത്തുന്ന ആളെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ ഈശ്വരൻ്റെ ആ അപാനവായു അതാണ് കാലം, അതിൽ അന്തകനായിട്ടുള്ള കാലൻ. തൽ ഭഗവാന്റെ കൈകളാണ് ലോകപാലന്മാരായിട്ടുള്ള ദേവന്മാർ. അദ്ദേഹത്തിൻ്റെ മനസ്സാണ് ചന്ദ്രൻ. പുരികക്കൊടികളാണ് യമൻ.
ലജ്ജോത്തരോധരോ ലോഭോ ദന്താജ്യോത്സ്നാസ്മയോ ഭ്രമ രോമാണി ഭൂരുഹാ ഭൂമ്നോ മേഘാ പുരുഷമുദ്ധജ. ആ ഭൂമ്ന, അതായത് ആ ഭൂമാവായിട്ടുള്ള എല്ലാം നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ പുഞ്ചിരിയാണ് എന്ത് ഈ പ്രപഞ്ചത്തിന്റെ മായ എന്ന് പറയുന്നതല്ലേ. പിന്നെ ഭൂരുഹ, വൃക്ഷങ്ങളൊക്കെ എന്താണ്? ഭഗവാന്റെ രോമങ്ങളാണ്. ആ കേശരോമങ്ങളാണ് മേഘങ്ങള്. പല്ലുകളാണ് ഈ അതില് ജ്യോത്സ്ന ചന്ദ്രിക. മേൽചുണ്ടാണ് ലജ്ജ, താഴത്തെ ചുണ്ടാണ് ലോഭം. യാവാനയം വൈ പുരുഷോ യാവത്യാ സംസ്ഥയാമിത താവാനസാവമി മഹാപുരുഷോ ലോകസംസ്ഥയാ. ഈ പുരുഷൻ യാവത്യാ എത്രത്തോളം ഇങ്ങനെ അവയവിഭാഗങ്ങളായിട്ട് യാവാൻ മിത എത്രത്തോളം ഉണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുണ്ടോ അസൗമായി ഇതിൽ ഈ മഹാപുരുഷനും ലോകവിന്യാസം കൊണ്ട് അത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ വസ്തുക്കളിൽ എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം ഈ വിരാട് പുരുഷന്റെ അവയവങ്ങളാണെന്നാണ്. അതാണ് ആ വിരാട് പുരുഷ ഇതിലത്തെ അതിൻ്റെ പൂജയുടെ തത്വം, പ്രധാനമായിട്ടുള്ള തത്വം. വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന്റെ രൂപം. ഇനി അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നാണ്. കൗസ്തുഭം വ്യപദേശേന സ്വാത്മജ്യോതിർ വിഭർത്യജ തത്പ്രഭാവ്യാപിനീ സാക്ഷാൽ ശ്രീവത്സമുരസാ വിഭൂ. ആ കൗസ്തുഭരത്നം എന്നുള്ളതുകൊണ്ട് എന്താണ്? ആ ജന്മരഹിതനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ശുദ്ധമായിട്ടുള്ള ജീവചൈതന്യത്തെയാണ് കാണിക്കണത് എന്ന് പറയുകയാണ്. വ്യാപിനി തൽപ്രഭായ, അതിൻ്റെ അതില് അതെങ്ങനെയാണ്? അതിൽ നിന്ന് വ്യാപിക്കുന്ന ആ പ്രഭയാണ് ശ്രീവത്സ് എന്ന പേരോട് കൂടിയിട്ട് മാറിൽ വളർത്തുന്ന ആ ഭഗവാന്റെ മറു സ്വമായം വനമാലാഖ്യം നാനാഗുണമയം ദദൽ വാസ ഛന്ദോമയം പീതം ബ്രഹ്മസൂത്രം ത്രിവിൽസ്വരം. ആ മൂന്ന് രൂപത്തിലുള്ള അതിലെ നാനാഗുണമയും മൂന്ന് ഗുണങ്ങളോട് കൂടി സ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ മായയെ ആണ് വനമാലയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ഛന്ദോമയം, ആ വേദത്തെ ആണ് ഭഗവാന്റെ മഞ്ഞപ്പട്ടായിട്ട്. പിന്നെ മൂന്ന് സ്വരങ്ങളോട് കൂടിയുള്ള പ്രണവത്തെ ഭഗവാന്റെ പൂണൂലായിട്ട് സങ്കല്പിക്കണം. വിഭർത്തി സാഖ്യം യോഗം ച ദേവോ മകരകുണ്ടലേ മൗലിം പദം പാരമിത്യം സർവലോകാഭയങ്കരം. ആ സാഖ്യം യോഗം എന്നുള്ള ദർശനങ്ങളുണ്ടല്ലോ അത് ഭഗവാന്റെ രണ്ട് കാതിലുള്ള കുണ്ടലങ്ങളാണ്. പിന്നെയോ ആ സർവ്വലോകങ്ങൾക്കും അഭയം നൽകുകയായിട്ടുള്ള പാരമേഷ്ട്യം ബ്രഹ്മലോകത്തെയാണ് ആ ഭഗവാന്റെ കിരീടമായിട്ട് സങ്കല്പിക്കുന്നത്. അവ്യാകൃതമനന്താഖ്യമാസനം യദധിഷ്ഠിത ധർമ്മജ്ഞാനാദിവിയുക്തം സത്വം പത്മമിഹോച്യതേ. ആ ഏതിലാണോ ഭഗവാൻ ഇരിക്കണ ആ ആസനം ഉണ്ടല്ലോ, അനന്താഖ്യം ആസനം, അത് അവ്യാകൃതം പ്രധാനം എന്ന് പറയുന്ന തത്വമാണ്. ഇതിലുള്ള ധർമ്മം ജ്ഞാനം എന്നുള്ളതൊക്കെ ചേർന്നിട്ടുള്ള ആ സത്വഗുണം ഉണ്ടല്ലോ, അതാണ് ആ ഭഗവാൻ ഇരിക്കുന്ന ആ താമര. ഓജസ്സഹോബലയുധം മുഖ്യതത്വം ഗതാം ദഹൽ അവാം തത്വം ദരവരം തേജസ്തത്വം സുദർശനം. ആ താമര എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കയ്യിലുള്ള ദരിതാവതിൽ താമരയാണ് ഇങ്ങനെ പറഞ്ഞത്. എന്താണ്? സത്വഗുണത്തിന്റെ ലക്ഷണമാണ് താമര എന്നുള്ളത്. പിന്നെയോ ആ മുഖ്യ തത്വം എന്ന് പറയുന്ന ഓജസ് സഹസ് ബലം ഉള്ള പ്രാണനെയാണ് ആ ഗതാരൂപം കൊണ്ട് സങ്കല്പിക്കുന്നത്. ആ ജലത്തിന്റെ ദിവ്യ രൂപത്തിനെയാണ് ശംഖായിട്ട്. അതുമാതിരി തേജസ് ഇതിന്റെ അതായത് അഗ്നിരൂപമാണ് ആ സുദർശന ചക്രം. തമോനിഭം നഭസ്തത്വം അസിം ചർമ്മതമോമയം കാലരൂപം ധനുശാർഗം തഥാ കർമ്മമയേഷുധിം. ആ ആകാശത്തിന്റെ തത്വമാണ് ഭഗവാന്റെ കയ്യിലുള്ള ഖഡ്ഗം. അതുമാതിരി തമോ ഗുണത്തിനെയാണ് കയ്യിലുള്ള പരിചയമായിട്ട്. കാലം എന്നുള്ള തത്വമാണ് ഭഗവാന്റെ ശാർഗം എന്നുള്ള വില്ലായിട്ട്. കർമ്മശക്തിയെ ആ അമ്പൊഴിയാത്ത ആവനാഴിയായിട്ടും സങ്കല്പിക്കണം. ഇന്ദ്രിയാണി ശരാനാഹു ആകൂതി യസ്യന്ദനം തന്മാത്രാണ്യസ്യാഭിവ്യക്തിം മുദ്രയാർത്ഥക്രിയാത്മകം. ഇന്ദ്രിയങ്ങളെ ആ ഭഗവാന്റെ ആവനാഴിയിലുള്ള ശരങ്ങളായിട്ട് സങ്കല്പിക്കണം. അസ്യ ആകൂതി, അതായത് ഈ ഇന്ദ്രിയങ്ങളുടെ ശക്തി ക്രിയാശക്തികളുണ്ടല്ലോ, അതാണ് സ്യന്തനം ഭഗവാന്റെ തേര്. അതുമാതിരി ഈ പഞ്ചതന്മാത്രകളെ അസ്യ അഭിവ്യക്തി ഭഗവാന്റെ ആ തേരിന്റെ ആ ബാഹ്യരൂപമായിട്ട് സങ്കല്പിക്കണം. മുദ്രയാ അർത്ഥക്രിയാഭാവത്തെയാണ് ഈ അഭയമുദ്ര
പരമുദ്ര എന്നുള്ളതിൽ അതാണ് ആ ഭഗവാൻ എൻ്റെ അനുഗ്രഹസ്വരൂപമായിട്ടുള്ള അതാണ് അഭയം കൊടുക്കുക. രണ്ട് കൈ കൊണ്ട് ഒന്നുകൊണ്ട് അഭയം കൊടുക്കുക, മറ്റേ കൈ കൊണ്ട് എന്താണ് എല്ലാവർക്കും എന്താ വേണ്ടച്ച കൊടുക്കുക. അതാണ് ആ മുദ്ര എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അർത്ഥക്രിയാത്മതം. പിന്നെ മണ്ഡലം ദേവയജനം ദീക്ഷാ സംസ്കാര ആത്മന പരിചര്യാ ഭഗവത ആത്മനോ ദുരിതക്ഷയാം. സൂര്യമണ്ഡലം അതുമാതിരി ആ ദേവയജനം അതിലെ ഭഗവാന്റെ പൂജാസ്ഥാനത്തെ എങ്ങനെയാണ് സൂര്യമണ്ഡലമായിട്ട് സങ്കല്പിക്കുക. പിന്നെയോ ആ പൂജ ചെയ്യുന്ന ആൾക്ക് ഗുരു ഉപദേശിക്കുന്ന ആ മന്ത്രത്തെ ആ ഭഗവാൻ തൻ്റെ പൂജ ചെയ്യാൻ തനിക്ക് സിദ്ധിച്ചിട്ടുള്ള യോഗ്യതയായിട്ട് കരുതണം. അതാണ്. പിന്നെയോ ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കാനുള്ള ഈ ഭജനം കൊണ്ട് തൻ്റെ എല്ലാ ദുരിതങ്ങളും നശിക്കുന്നെന്ന് അങ്ങോട്ട് സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ പൂജ ചെയ്യാൻ. ഭഗവാൻ ഭഗശബ്ദാർത്ഥം ലീലാകമലമുദ്വഹൻ ധർമ്മം യശശ്ച ഭഗവം ചാമരവ്യജനേ വ്യജനേ ഭജൽ. ആ ഭഗവാന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന താമരപ്പൂ ഉണ്ടല്ലോ, ആ എന്താണ് 6 ഗുണങ്ങളിലതല്ല ശബ്ദങ്ങളിലോ അതിൻ്റെ മുഴുവൻ സമഷ്ടി രൂപമാണ് സങ്കല്പിക്കണം. പിന്നെയോ ധർമ്മത്തിനെയും യശസ്സിനെയും അതിലെ ഭഗവാന്റെ കയ്യിലുള്ള ചാമരായിട്ട് വ്യജനങ്ങളൊക്കെ ആയിട്ട് സങ്കല്പിക്കണം. ആദപത്രം തു വൈകുണ്ഠം ദ്വിജാദാമാകുതോഭയം ത്രിവൃദ്വേദ സുവർണാഖ്യോ യജ്ഞം വഹതി പൂരുഷം. പിന്നെയോ ആ കാലങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നൊക്കെ യാതൊരു വിധത്തിലും ഭയം നേടാത്ത ആ ഭഗവാന്റെ ആ കുണ്ഠത ഒഴിഞ്ഞുള്ള ഇതിൽ വൈകുണ്ഠ സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ആ ഭഗവാന്റെ ഇതിൽ ആദപത്രമായിട്ട് കൊടയിട്ട് ഇതിൽ സങ്കല്പിക്കേണ്ടത്. പിന്നെയോ ഋക്ക് യജുസ് സാമ ഇങ്ങനെ 3 വേദങ്ങളെയാണ് ഭഗവാന്റെ ആ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന വാഹനമായിട്ടുള്ള ഗരുഡനായിട്ട് സങ്കല്പിക്കേണ്ടത്. പിന്നെയോ യജ്ഞം അതിൻ്റെ ആണ് ഭഗവാന്റെ മൂർത്തിയായിട്ട് സങ്കല്പിക്കേണ്ടത്. അനവായനീ ഭഗവതി ശ്രീ സാക്ഷാൽ ആത്മനോഹരേ വിശ്വസേനസ്തന്ത്രമൂർത്തി വിദിത പാർഷദാധിപ നന്ദാദയോഷ്ടൗദ്വാസ്ഥാശ്ച തേണിമധ്യാഹരേർഗുണ. ആ സ്വന്തം തന്നെ ആത്മാവ് തന്നെയായിരിക്കുന്ന ആ ഭഗവാന്റെ ഒരിക്കലും വിട്ടുമാറാത്തതായിട്ടുള്ള ആ മൂർത്തിഭാവമാണ് അതിൽ ശക്തി. അതാണ് ലക്ഷ്മി ഭഗവതിയായിട്ട്. പിന്നെയോ പാർഷദന്മാരിൽ അധിപന്മാരായിട്ടുള്ള വിക്ഷുക്സേനൻ അതുമാതിരി തന്ത്രമൂർത്തിയായിട്ട് അറിയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു വിക്ഷുക്സേനൻ. പിന്നെയോ അദ്ദേഹത്തിൻ്റെ ദ്വാരപാലന്മാരായിട്ടുള്ള സുനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള 8 പേരുണ്ട്. അവർ അണിമാദ്യ ഭഗവാന്റെ അണിമാദി ഗുണങ്ങളായിട്ടാണ് അഷ്ടസിദ്ധികളായിട്ടാണ് കണക്കാക്കുന്നത്. വാസുദേവ സംഘർഷണ പ്രദ്യുമ്ന പുരുഷസ്വയം അനിരുദ്ധൈരി ബ്രഹ്മൻ മൂർത്തിവ്യൂഹോഭിധീയതേ. ആ ഭഗവാന്റെ ചതുർവ്യൂഹത്തിലുള്ള സങ്കല്പം ആ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അതുമാതിരി അനിരുദ്ധൻ, ഇങ്ങനല്ലേ, ഇങ്ങനെ 4 രൂപമായിട്ടാണ് ഇത് കാണുന്നത്. അതിൽ മൂർത്തിവ്യൂഹം എന്നാണ് ഇതിന് പറയുക. പിന്നെ സവിശ്വസ്തൈ സപ്രാജ്ഞ സ്തുരീയ ഇതി വൃത്തിഭി അർത്ഥേന്ദ്രിയാശയജ്ഞാനൈ ഭഗവൻ പരിഭാമ്യതേ. ആ ഭഗവാനെ തന്നെ വേറെ 4 വിധത്തിൽ ഉപാസിക്കാനുള്ള രൂപങ്ങളുണ്ട്. അതാ എങ്ങനെയാ വെച്ചാൽ വിശ്വൻ, തേജസൻ, പ്രാജ്ഞൻ, തുരീയൻ, അങ്ങനെ 4 ഭാഗത്തിൽ ഭഗവാനെ ഭജിക്കാന്ന് പറയുകയാണ്. അതാണ് സവിശ്വസ്തൈ സപ്രാജ്ഞ തുരീയൈതി വൃത്തിവി അർത്ഥേന്ദ്രിയ ആശയജ്ഞാനൈർ ഭഗവൻ പരിഭവ്യത എന്ന് പറയുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്കോപാംഗ ആയുധാകൽപ്പയിൽ ഭഗവൻ തച്ചതുഷ്ടയം വിവർത്തിസ്മ ചതുർമൂർത്തി ഭഗവൻ ഹരീശ്വര. ആ അംഗങ്ങള്, അതുമാതിരി ഉപാംഗങ്ങള്, ആയുധങ്ങള്, ഇങ്ങനെ ഭൂഷണങ്ങള്, ഇതെല്ലാം കൂടിയുള്ള ആ ഭഗവാൻ തൻ്റെ ആ ചതുഷ്ടയ ആ 4നെ ഭരിച്ചുകൊണ്ട് ഈ ചതുർമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഈശ്വരനായിട്ട് ഈ ഭാവത്തിലൊക്കെ സങ്കല്പിക്കുന്ന ആ ഒരേ ഒരു ഹരി തന്നെയാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, അതായത് വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ചിത്തത്തിൻ്റെ 4 ഭാവങ്ങൾ സങ്കല്പിക്കാം. അല്ലെങ്കിൽ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുരീയൻ, അത് മനസ്സിൻ്റെ ഈ 4 അവസ്ഥകളിലായിട്ട് അങ്ങനെയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാൻ 4 രൂപത്തിൽ ഭവിച്ച ആയുധങ്ങളോട് കൂടിയിട്ടും അതുമാതിരി ശരീരത്തിൻ്റെ അംഗങ്ങളും അതുമാതിരിയുള്ള കൂടുള്ള ഇതില്ലേ സൈനിക കൂടുള്ള സേന എല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ട് ഭജിക്കാൻ കൂടിയിട്ട് ഇതെല്ലാം ഈ 4 തത്വങ്ങളിലാണ് സങ്കല്പിക്കുന്നത്. ഈ 4 തത്വങ്ങളും കൂടി ആരെ ഉദ്ദേശിക്കുന്നത്? ഒരേ നാരായണൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാനെ ഒന്ന് സ്തുതിക്കുകയാണ്. ദ്വിജഋഷഭ സ ഏവ ബ്രഹ്മയോനി സ്വയം ദൃക് സ്വമഹിമ പരിപൂർണോ മായയാച സ്വയൈതൽ സൃജതി ഹരതിപാദിത്യാഖ്യയാനാവൃതാക്ഷോ വിവൃതൈവ നിരുക്ത പരൈരാത്മലഭ്യ. ഈ ബ്രാഹ്മണോത്തമ എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തിനെ
ശൗനക മഹർഷിയോട് പറയുകയാണ്, സ്വയം തന്നെത്താൻ പ്രകാശിക്കുന്നവനാണ് ഈ ഭഗവാൻ. പിന്നെയോ വേദത്തിൻ്റെ മുഴുവൻ ബ്രഹ്മയോനി, അതായത് ബ്രഹ്മങ്ങളുടെയും കൂടി വേദത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമാണ് അദ്ദേഹം. സ്വമഹിമ പരിപൂർണ, തൻ്റെ മഹിമയിൽ തന്നെ പരിപൂർണനായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ. ആ അദ്ദേഹം തന്നെ സ്വയാമായയാ, തൻ്റെ ആ മായാശക്തി കൊണ്ട് എന്ത് ചെയ്യണു, ഏതൽ സൃജതി ഹരതി പാതി എന്ന്, അതായത് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഉണ്ടാക്കുന്നതും അതിനെ നിലനിർത്തതും അവസാനം തന്നിൽ തന്നെ ഹരിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ്. എങ്ങനെ ആഖ്യയാ വിവൃത ഇവ, പല പേരുകളെ കൊണ്ട് പല രൂപത്തിൽ ഭിന്നനായിട്ട് പറയപ്പെട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ബ്രഹ്മാവ് എന്ന് പറയും, ആ പാലനം ചെയ്യുന്ന സമയത്ത് വിഷ്ണു എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ തന്നിലേക്ക് തന്നെ സംഹരിക്കുന്ന സമയത്ത് ശിവൻ എന്ന് പറയും. ഇങ്ങനെ 3 ബ്രഹ്മാദി മൂർത്തികളെ പറയുമെങ്കിലും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അനാവൃത, മറക്കപ്പെടാത്തതായിട്ടുള്ള ആ ജ്ഞാനത്തോടു കൂടിയിട്ടുള്ള എങ്ങനെ തൽപരൈ ആത്മലഭ്യ, എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഭരിക്കുന്ന ഭക്തന്മാരെന്താ ചെയ്യേണ്ടത്, ആ ആത്മാവായിട്ട് തങ്ങളുടെ ഉള്ളിൽ കാണാൻ ധ്യാനിക്കാൻ യോഗ്യനാണ് ഈ ഭഗവാൻ. ഏകസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ത്രിമൂർത്തികളായിട്ട് മാറുന്നുണ്ടെങ്കിൽ കൂടി എന്ന് പറയുകയാണ്. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണിഋഷവാവനിദ്രും രാജന്യവംശദഹനാൻ അപവർഗവീര്യ ഗോവിന്ദ ഗോപവലിതവ്രജഭൃത്യഗീതതീർത്ഥശ്രവം ശ്രവണമംഗളപാഹി ഭൃത്യൻ. എന്താണ് ആ ഭഗവാനോട് സ്തുതിക്കണേ? ഹേ ആനന്ദമൂർത്തി ശ്രീകൃഷ്ണ, അർജുനന്റെ ചങ്ങാതി അർജുന ഇതിലെ കൃഷ്ണസഖ വൃഷ്ണിഋഷഭ, വൃഷ്ണികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവന്, അവനിദ്രുക് രാജന്യ വംശദഹന, ദുഷ്ടന്മാരായിട്ടുള്ള, അതായത് ഭൂമിയെ ദ്രോഹിക്കുന്നതായിട്ടുള്ള രാജവംശത്തെ ദഹിക്കുന്ന ആ കാട്ടുതീയായിട്ടുള്ളവനെ, അപവർഗവീര്യ, അക്ഷീണമായിട്ടുള്ള ആ വീര്യത്തോടു കൂടിയവനെ, ഗോവിന്ദ, അതിലെ എല്ലാവരുടെയും കാമദേവിനെ പോലുള്ള പശുക്കളെയൊക്കെ രക്ഷിക്കുന്നവനെ, അതുമാതിരി ഗോവിന്ദൻ എന്നുള്ള പേരിൽ കാമദേവനുവിനാൽ അഭിഷിക്തനായവനെ എന്നും ആവാം. ഗോപവനിതാം വ്രജ ഭൃത്യഗീത തീർത്ഥശ്രവ, ഗോപസ്ത്രീകളുടെ അതും സംഘത്താലും ഭൃത്യന്മാരാലും ഗാനം ചെയ്യപ്പെടുന്ന പുണ്യകീർത്തിയോടുകൂടിയ ഭഗവാനെ, കേൾക്കാൻ വളരെയധികം മംഗളം കൂടിയായിട്ടുള്ള ദാനം ചെയ്യുന്നവനെ, അങ്ങയുടെ ഭൃത്യന്മാരായുള്ള ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ആണ് ഭഗവാന്റെ ഈ മഹാപുരുഷന്റെ മുമ്പിൽ സ്തുതിക്കേണ്ടത്. ഇതം കല്യ ഉത്ഥായ മഹാപുരുഷ ലക്ഷണം തച്ചിത്തപ്രയതോജപ്വാ ബ്രഹ്മവേദ ഗുഹാശയം. ആര് കല്യേ ഉത്തായ, രാവിലെ എഴുന്നേറ്റിട്ട് ആ മഹാപുരുഷ രൂപത്തിൽ ഈ പ്രകരണത്തെ ഇങ്ങനെ ഇതിൽ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ചിത്രത്തിൽ ശുദ്ധനായിട്ട് ജപിച്ചുകൊണ്ട് ആ ഹൃദയത്തിൽ വസിക്കുന്ന ആ ബ്രഹ്മത്തെ ആ ഹൃദയത്തിൽ അറിയാൻ പറ്റും. ഇങ്ങനെ വിരാട് പുരുഷ പൂജ ചെയ്തിട്ട് തൻ്റെ ആത്മാവിൽ ആ പരമാത്മാവിനെ ദർശിക്കാൻ കഴിയുമെന്ന് പറയുകയാണ് അവിടെ സൂതൻ. അപ്പോഴാണ് ശൗനകൻ വീണ്ടും ചോദിക്കുന്നത്, ശൗനക ഉവാച ശുകോ യദാഹ ഭഗവൻ വിഷ്ണുരാധായ ശൃണ്വതേ സൗരോഗണോ മാസി മാസി നാനാവസതി സപ്തക തേഷാം നാമാനി കർമാണി സംയുക്താനാമധീശ്വരൈ ബ്രൂഹിണ ശ്രദ്ധദാനാനം യൂഹം സൂര്യാത്മനോഹരേ. ശൗനക ബ്രഹ്മർഷി അപ്പോൾ ആ കൗതൂഹലത്തോടു അതിൽ അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി ചോദിക്കുകയാണ്, എന്താണ് അങ്ങ് പറഞ്ഞില്ലേ ആ ഭഗവാനെ എങ്ങനെയാണ് സൂര്യമണ്ഡലത്തിലാണ് ധ്യാനിക്കേണ്ടത് എന്ന് അങ്ങ് പറഞ്ഞു. അപ്പോൾ ഈ സൂര്യനെ പഞ്ചമസ്കന്ധത്തിൽ പരീക്ഷത്തിനോട് ശ്രീശുഖ ബ്രഹ്മർഷി സൂര്യവംശ മണ്ഡലത്തിനെ പറ്റി പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഓരോ മാസത്തിലും സൂര്യൻ പേരുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുമാതിരി സൂര്യൻ്റെ കൂടെ 7 ഇതുണ്ട് ഗണങ്ങളുണ്ടായിരിക്കും, അവർക്കും ഓരോരുത്തർക്ക് പേരുകളുണ്ടെന്നൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. ആ സൂര്യൻ്റെ 12 മാസമുള്ള സൂര്യൻ്റെ പേരുകളും ആ സൂര്യൻ്റെ കൂടെയുള്ള ഗണങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് ശൗനക മഹർഷി. കാരണം സൂര്യവ്യൂഹത്തിനെ എങ്ങനെ മഹത്തായിട്ട് കീർത്തിക്കുന്നത് തന്നെ ഭഗവത് കീർത്തനാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നാണ്. അപ്പോൾ സൂത അനദ്യ വിദ്യയാ വിഷ്ണോരാത്മന സർവദേഹിനം നിർമ്മിതോ ലോകതന്ത്രോയം ലോകേഷു പരിവർത്തതേ. എല്ലാവരുടെയും ആത്മാവായിട്ടുള്ള ഭഗവാന്റെ അനാദിയായിട്ടുള്ള മായയാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ
ഇതിൽ ഈ പ്രപഞ്ചം ഇതിൻ്റെ ഈ ലോകയാത്രയിലുള്ള യഥാർത്ഥത്തിലുള്ള ഈ ഇതിനെ പ്രവർത്തിച്ചുകൊണ്ട് ആരാണെന്ന് ലോകങ്ങളിൽ ചെയ്യുന്നത് ആ ഭഗവാന്റെ രൂപത്തിൽ അത് സൂര്യൻ തന്നെയാണെന്ന് പറയും. അതിൻ്റെ പ്രവർത്തകനായിട്ട് സൂര്യനാണ് ഉള്ളത് എന്ന് പറയുകയാണ്. ഏകേവഹി ലോകാനം സൂര്യ ആത്മാദികൾ ഹരി സർവവേദ ക്രിയാമൂലം ഋഷിഭിർ ബഹുതോദിതാ. ഈ ലോകങ്ങളിലേക്ക് ആദി കർത്താവായിട്ട് അതുമാതിരി ആത്മാവായിട്ടിരിക്കുന്ന ആ ഏകനായിട്ടുള്ള ആ ഹരി തന്നെ ഭഗവാൻ തന്നെ ആത്മാധികൃത് ഹരി ആ ഭഗവാൻ തന്നെയാണ് സൂര്യൻ എന്നാണ് മനസ്സിലാക്കണം. സർവവേദ എല്ലാ വേദക്രിയകളുടെയും ആദികാരനായിട്ട് ഋഷികൾ അത് വളരെ ബഹുവിധത്തിൽ പറയേണ്ടെന്ന് മാത്രമേ പല ദേവന്മാരായിട്ട് യഥാർത്ഥത്തിൽ ആ ഹരി തന്നെയാണ് ഈ സൂര്യൻ എന്ന് പറയുകയാണ്. കാലോദേശ ക്രിയാകർത്ത കരണം കാര്യമാഗമ ദ്രവ്യം ഫലമിതി ബ്രഹ്മൻ നവധോക്തോ ജയാഹരി. ഇങ്ങനെ അജയ മായാൽ ഭഗവാൻ തന്നെ 9 വിധത്തിലായിട്ട് പറയപ്പെട്ടിരിക്കണമെന്നാണ് പറയണത്. എന്താണ് ഈ 9 വിധത്തിലെ കാലം? അതിലെ അതായത് പ്രാതക്കാലം, ഉച്ചയ്ക്ക്, അതുമാതിരി വൈകുന്നേരം, അതുമാതിരി ഉത്തരായണ കാലം, ദക്ഷിണായന കാലം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാലത്തിൻ്റെ രൂപത്തിൽ അതുമാതിരി പലതരത്തിലെ ദേശങ്ങൾ, സമമായിട്ടുള്ള ദേശം, ഉയർന്ന ദേശം, താഴ്ന്ന ദേശം, ഇങ്ങനെ ആ ദേശത്തിൻ്റെ രൂപത്തിൽ ക്രിയയുടെ രൂപത്തിൽ പലതരത്തിലുള്ള ക്രിയകളുണ്ടല്ലോ. ആ ക്രിയകളുടെ രൂപത്തിൽ കർത്താവിൻ്റെ രൂപത്തിൽ അതായത് കർത്താവിൻ്റെ ഗുണങ്ങളിൽ സാത്വികമായിട്ടുള്ള ഗുണമുള്ള കർത്താവായിരിക്കാം, രജോ ഗുണമുള്ള കർത്താവായിരിക്കാം, അല്ലെങ്കിൽ തമോ ഗുണമുള്ള കർത്താവായിരിക്കാം. ഇങ്ങനെ കർത്താവിൻ്റെ രൂപത്തിൽ പിന്നെ പലതരത്തിലുള്ള ആ കരണങ്ങൾ അതായത് സൃഗ് അതിങ്ങനെ പല യജ്ഞങ്ങൾ ചെയ്യാനുള്ള പല അതിൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളുണ്ടല്ലോ അതിനാണ് കരണങ്ങളെന്ന് പറയുക. പിന്നെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ബഹുവിധ മന്ത്രങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള ആഗമം പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങൾ കൂടിയുള്ളതാണ് ആ കാര്യം. പിന്നെ ദ്രവ്യം എന്ന് പറഞ്ഞാൽ അത് യാഗത്തിന് വേണ്ട സാധനങ്ങൾ അതാണ് ദ്രവ്യം. പിന്നെയോ ആ യജ്ഞങ്ങൾ ചെയ്താലുള്ള ഫലം ഇല്ലേ, സ്വർഗത്തിൽ പോവുക അങ്ങനെയൊക്കെയുള്ള ഫലം. ഇങ്ങനെ ഈ 9 തീർന്നുള്ളത് യഥാർത്ഥത്തിൽ ആ ഒരേ ഭഗവാൻ തന്നെയാണ്. എന്തുകൊണ്ട്? തൻ്റെ മായ കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതുണ്ടായത്? ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ ഇത് ചെയ്താൽ മാത്രമേ മനുഷ്യർക്ക് ഇങ്ങനെ ഇതില്ലേ ഓരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അവസാനം ഭഗവാനെ പ്രാപിക്കാൻ കഴിയൂ. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പലതായിട്ട് മാറിയത്. എന്നിട്ടോ എന്ത് ചെയ്യണു? ഇനി മധ്വാദിഷു ദ്വാദശസു ഭഗവാൻ കാലരൂപദൃക് ലോകതന്ത്രായ ചരതി പൃഥക് ദ്വാദശഭിർഗണൈ. മധ്വാദിഷു മധു എന്ന് പറഞ്ഞിട്ടുള്ള 12 മാസങ്ങളിൽ മധു മാധവം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പണ്ട് ഈ 12 മാസങ്ങളെ പറയുക. ഇങ്ങനെയുള്ള 12 മാസങ്ങളിൽ ഈ ലോകയാത്രയുടെ നിർവഹണത്തിനായിട്ട് ഭഗവാൻ ആണ് കാലരൂപധരിയായിട്ടുള്ള ആ ഭഗവാൻ എന്ത് ചെയ്യണു? 12 വെവ്വേറെ രൂപങ്ങളോട് കൂടിയിട്ട് അതിനെ തൻ്റെ കൂടെയുള്ള ഗണങ്ങളെ ചേർത്തുകൊണ്ട് എന്ത് ചെയ്യണു? ഇങ്ങനെ ഓരോ മാസത്തിലും വേറെ വേറെ ആയിട്ട് ചരിക്കണമെന്ന് പറയുകയാണ് ഈ സൂര്യമൂർത്തി. ഇനി ഓരോന്നായിട്ടുള്ള ഓരോ മാസത്തിൽ എന്ന് പറയുകയാണ് ദാതാ കൃതസ്ഥലീഹേരി വാസുകി രഥഹൃന്മുനി പുലസ്ത്യ സ്തുംബുരുരിതി മധുമാസം നയന്തിമീ. ആദ്യത്തെ മാസമായിട്ടുള്ള മധുമാസത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ധാതാവ് എന്നാണ് സൂര്യൻ്റെ പേര്. അപ്സരസ്ത്രീ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. കൃതിസ്ഥലി എന്നാണ് കൃതസ്ഥലി എന്നാണ് അപ്സരസിൻ്റെ പേര്. ഹേതി എന്ന് പറഞ്ഞുള്ള ഒരു രാക്ഷസൻ, വാസുകി എന്ന് പേരായിട്ടുള്ള നാഗം, അതുമാതിരി രഥകൃത്ത് എന്ന് പറഞ്ഞുള്ള യക്ഷൻ, പുലസ്ത്യൻ എന്ന് പേരായിട്ടുള്ള ഋഷി, തുമ്പുരു എന്ന് പേരായിട്ടുള്ള ഗന്ധർവൻ, ഇതില്ലേ ഇതൊക്കെയാണ് ആ മധുമാസത്തിലെ സൂര്യൻ്റെ ആ ഗണത്തിൻ്റെ പേര്. ഇതിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൂര്യൻ്റെ കൂടെ ഒരു ഗന്ധർവനുണ്ടായിരിക്കും, ഒരു അപ്സരസ്ത്രീ ഉണ്ടായിരിക്കും, ഒരു രാക്ഷസനുണ്ടാവും, ഒരു യക്ഷനുണ്ടാവും, ഒരു സർപ്പുണ്ടാവും, ഒരു ഋഷി ഉണ്ടാവും. ഇല്ലേ ഇങ്ങനെ 6 കൂടികൾ ചേർന്നിട്ട് അങ്ങനെ 7 പേരാണ് ഓരോന്നിലും ഓരോ മാസത്തിലുള്ളത്. ഇനി 2ാമത്തെ മാസം അര്യമാ പുലഹോധൗജ പ്രഹേരി പുഞ്ചികസ്ഥലി നാരദ കച്ഛനീരച്ച നയന്തീശ്മ മാധവം. മാധവ മാസത്തിൽ അതായത് ഇടവമാസത്തിലെ വൈശാഖ മാസം എന്നൊക്കെ പറയില്ല. അവിടെ അര്യമാവാണ് സൂര്യൻ, പുലഹനാണ് ഋഷി, ഓജസ് ആണ് അധൗജസ്സാണ് യക്ഷൻ, പ്രഹേദിയാണ് രാക്ഷസൻ, പുഞ്ചികസ്ഥലി എന്നാണ് അപ്സരസിൻ്റെ പേര്, നാരദനാണ് ഗന്ധർവൻ, കച്ഛനീരൻ ആണ് നാഗം. പിന്നെയോ മിത്രോത്രി പൗരുഷേയോധ തക്ഷോമേനകാഹ രഥസ്വന ഇരിഹേതേ ശുക്രമാസം നയന്ത്യമീ. സൂര്യൻ്റെ 3ാമത്തെ അതിലെ അതായത് മിഥുന മാസത്തിൽ ജ്യേഷ്ഠ മാസത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ശുക്രമാസം എന്ന് പറയും. അതിൽ
മിത്രനാണ് സൂര്യൻ, അത്രി മഹർഷിയാണ് ഋഷി, പൗരുഷേയൻ എന്നാണ് രാക്ഷസന്റെ പേര്, തക്ഷകനാണ് നാഗം, മേനകയാണ് അപ്സരസ്, ആഹ എന്നാണ് ഗന്ധർവന്റെ പേര്, രഥസ്വനാണ് യക്ഷൻ. ഇങ്ങനെയാണ്. പിന്നെയോ വസിഷ്ഠോ വരുണോ രംഭ സഹജന്യസ്തദാഹു ശുക്ര ചിത്രസ്വനശ്ചൈവ ശുചിമാസം നയന്ത്യമീ. ഇനി ആ ആഷാഢമാസത്തില്, അതായത് കർക്കിടക മാസത്തില് വസിഷ്ഠനാണ് ഋഷി, വരുണൻ സൂര്യൻ, രംഭയാണ് അപ്സരസ്, സഹജന്യൻ എന്നാണ് യക്ഷന്റെ പേര്, ഹുഹു എന്നാണ് ഗന്ധർവൻ, ശുക്രനാണ് നാഗം, ചിത്രസ്വനാണ് രാക്ഷസൻ, ഇന്ദ്രോ വിശ്വാവസു ശ്രോത ഏലാപത്രസ്തദാംഗിര പ്രമ്ലോജ രാക്ഷസോർവല്യോ നഭോമാസം നയന്ത്യമീ. ഈ ചിങ്ങമാസത്തില്, ശ്രാവണ മാസത്തില് നഭോമാസം എന്ന് പറയും. ഇന്ദ്രനാണ് സൂര്യൻ, വിശ്വാവസു ആണ് ഗന്ധർവൻ, യക്ഷൻ ആണ് ശ്രോതാവ് എന്ന പേരുള്ള ആളാണ് യക്ഷൻ, ഏലാപത്തനാണ് നാഗം, അങ്കിരസാണ് ഋഷി, പ്രമ്ലോജ ആണ് അപ്സരസ്, വര്യൻ രാക്ഷസൻ. പിന്നെ വിവസ്വാനുഗ്രസേനശ്ച വ്യാഘ്ര ആസാരണോ ഭൃഗു അനുംലോജാ ശംഖപാലോ നഭസ്യാഖ്യം നയന്ത്യമീ. ആദ്യത്തെ അതില് നഭസ് എന്നാണ്. നഭസ് എന്നൊക്കെ പറഞ്ഞാൽ കന്നിമാസമാണ്. കന്നിമാസത്തിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവസ്വാനാണ് സൂര്യൻ, ഉഗ്രസേനൻ ഗന്ധർവൻ, വ്യാഘ്രൻ ആണ് രാക്ഷസൻ, ആസാരണനാണ് യക്ഷൻ, ഭൃഗു മഹർഷിയാണ് ഋഷി, അനുംലോജയാണ് അപ്സരസ്, ശംഖപാലനാണ് നാഗം. പിന്നെയോ പൂഷാ ധനഞ്ജയോ വാദ സുഷേണ സുരുചി തഥാ ഘൃതാജി ഗൗതമശ്ചേതി തപോമാസം നയന്ത്യമീ. പൂഷാവ് സൂര്യൻ, ധനഞ്ജയൻ നാഗം, വാദൻ ആണ് രാക്ഷസൻ, സുഷേണൻ ഗന്ധർവൻ, സുരുചി യക്ഷൻ, ഘൃതാജിയാണ് അപ്സരസ്, ഗൗതമൻ ഋഷി. ഇവരാണ് കുംഭമാസത്തിൽ നടത്തുന്നത്. ഇങ്ങനെ ക്രതുർ വർച്ചാ ഭരദ്വാജ പർജന്യ സേനയിൽ തഥാ വിശ്വ ഐരാവതശ്ചൈവ തപസ്യാഖ്യം നയന്ത്യമീ. പിന്നെയോ ക്രതു യക്ഷൻ, വർച്ചസ് രാക്ഷസൻ, ഭരദ്വാജൻ ഋഷി, പർജന്യൻ സൂര്യൻ, സേനജിത്ത് അപ്സരസ്, വിശ്വനാണ് ഗന്ധർവൻ, ഐരാവതൻ നാഗം. ഇവരാണ് ഫാൽഗുന മാസത്തിൽ, അതായത് മീനമാസനെ നടത്തുന്നത്. ഇവിടെ ചില മാസങ്ങൾ നമ്മൾ പറയുന്ന രീതിയിലല്ല. ഇപ്പോൾ കുംഭമാസം കഴിഞ്ഞിട്ട് പിന്നീട് ഈ കന്നിമാസം കഴിഞ്ഞ് പിന്നെ കുംഭമാസം പറയണത്, അത് കഴിഞ്ഞ് പിന്നെ പിന്നെ വീണ്ടും തുലാത്തിലേക്ക് വരും. അതങ്ങനെ അന്നത്തെ ആ ശ്ലോകങ്ങളുടെ അറേഞ്ച്മെന്റ് അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ പുരാണങ്ങളിൽ ഓരോ രീതിയിലായിരിക്കും. കൂർമ്മ പുരാണത്തിലും അതുമാതിരി വിഷ്ണുപുരാണത്തിലാണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ കണക്കാക്കുന്ന മാസങ്ങളുടെ രീതിയിൽ തന്നെയാണ് ഇതിൽ പേരുകൾ പറഞ്ഞിരിക്കുന്നത്. അതാംശു കശ്യപ താർക്ഷ്യ ഋതസേന തതോ വശി വിദ്യുച്ഛത്രു മഹാശങ്ക സഹോമാസം നയന്ത്യമീ. അംശു ആണ് സൂര്യൻ, കശ്യപൻ ഋഷി, താർക്ഷ്യൻ ആണ് തക്ഷകൻ, ഋതസേനൻ ഗന്ധർവൻ, ഉർവശി അപ്സരസ്, വിദ്യുച്ഛത്രു രാക്ഷസൻ, മഹാശംഖൻ ആണ് നാഗം. ഇതിങ്ങനെയാണ് ധനുമാസത്തിലെ മാർഗശീർഷ മാസത്തിൽ ഇങ്ങനെയാണെന്നാണ്. അതാ സഹോമാസം എന്ന് പറഞ്ഞത്. പിന്നെ ഭഗ സ്ഫൂർജോ അരിഷ്ടനേമി ഊർണ ആയുശ്ച പഞ്ചമ കർക്കോടക പൂർവജിത്തി പുഷ്യമാസം നയന്ത്യമീ. ഭഗവൻ സൂര്യനായിട്ട് ഭഗൻ, അതുമാതിരി രാക്ഷസനായിട്ട് സ്ഫൂർജൻ, ഗന്ധർവനായിട്ട് അരിഷ്ടനേമി, യക്ഷനായിട്ട് ഊർണൻ, ഋഷിയായിട്ട് ആയുസ്, നാഗായിട്ട് കർക്കോടകൻ, അപ്സരസായിട്ട് പൂർവജിത്തി. ഇവരാണ് പുഷ്യമാസത്തിൽ, അതായത് മകരമാസത്തിൽ ഉള്ള ആ ഗണങ്ങൾ. ത്വഷ്ടാ പ്രീകതനയ കമ്പിളശ്ച തിലോത്തമ ബ്രഹ്മാവേദോത ശതജിൽ ധൃതരാഷ്ട്ര ഇഷംഭര. ത്വഷ്ടാവ് ആണ് സൂര്യൻ, ഋചികപുത്രനായിട്ടുള്ള ജമദഗ്നിയാണ് ഋഷി, കമ്പിളൻ നാഗം, തിലോത്തമയാണ് അപ്സരസ്, ബ്രഹ്മാവേദനാണ് രാക്ഷസൻ, ശതജിത്താണ് യക്ഷൻ, ധൃതരാഷ്ട്രനാണ് ഗന്ധർവൻ. ഇവര് ആശ്വിന മാസത്തെ, അതായത് തുലാമാസത്തെ പാലിക്കുന്നു. വിഷ്ണുരശ്വതരോരംഭ സൂര്യവർച്ചാശ്ച സത്യജിൽ വിശ്വാമിത്രോ മഹാവേദ ഊർജമാസം നയന്ത്യമീ. വിഷ്ണു ആണ് സൂര്യൻ, അശ്വതരനാണ് നാഗം, രംഭ അപ്സരസ്, സൂര്യവർച്ചസ്സാണ് ഗന്ധർവൻ, സത്യജിത്താണ് യക്ഷൻ, വിശ്വാമിത്രനാണ് ഋഷി, മഹാഭേദൻ ആണ് രാക്ഷസൻ. ഇതാണ് കാർത്തിക മാസത്തിൽ, അതായത് വൃശ്ചിക മാസത്തിലെ ഗണങ്ങൾ. ഇങ്ങനെ
ഏതാ ഭഗവതോ വിഷ്ണോ ആദിത്യസ്യ വിഭൂതയ സ്മരതാം സന്ധ്യോർനൃണം ഹരന്ത്യമഹോ ദിനേ ദിനേ. ഇങ്ങനെ ആ 12 ആദിത്യന്മാരുടെ അദ്ദേഹത്തിൻ്റെ അതിലെ ആ ഗണങ്ങളോട് കൂടിയിട്ട് ആര് എല്ലാ സന്ധ്യകളിലും ദിവസം തോറും ദിനേ ദിനേ സ്മരിക്കണോ അതാത് ദിവസങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം നശിക്കുന്നതാണ് പറയണത്. എന്നിട്ടോ ദ്വാദശസ്യാഭിമാസേഷു ദ്വാദശസ്വപി മാസേഷു ദേവോസൗ ഷഡ്ഭിരസ്യ വൈ ചരൻ സമന്താത്തനുദേ പരത്രേഹ സന്മതിം. ഈ സൂര്യഭഗവാൻ ഇങ്ങനെ 6 സംഘങ്ങളുണ്ട്, 6 ഗണങ്ങളുണ്ട്. അദ്ദേഹത്തിന് കൂടെ വരികയാണ്. ഷഡ്ഭി ദ്വാദശസു മാസേഷു. അപ്പം ഇങ്ങനെ 12 മാസങ്ങളിലും ഈ 4 ഭാഗത്തും ഇങ്ങനെ സഞ്ചരിക്കുന്നവനായിട്ട് ഈ ലോകത്തിലും പരലോകത്തിലുള്ള എല്ലാവർക്കും സന്മതിയും തനുത, എല്ലാവരെയും അനുഗ്രഹിച്ച് സൽബുദ്ധി കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ, നല്ല ബുദ്ധി കൊടുത്തു വെച്ചാൽ അവർക്ക് എല്ലാവരും മോക്ഷമാർഗത്തിലേക്ക് നയിക്കണമെന്ന് തന്നെയാണ് അർത്ഥം. ഇനി ഈ സൂര്യഗണങ്ങളെ ഒപ്പം തന്നെ സാമർഗ്യർജുവിർത്തല്ലിംഗൈർ ഋഷയസ്തംസ്തുവന്ദ്യമും ഗന്ധർവാസ്തം പ്രകായന്തി നൃത്യന്ത്യപ്സരസോഗ്രത. ഈ ഗണങ്ങളെ എന്താണ് ഭഗവാന്റെ കൂടെ സൂര്യഭഗവാന്റെ കൂടെ ചെയ്യുള്ളതെന്നാണ് പറയുന്നത്. അതായത് ഋഷികൾ എന്ത് ചെയ്യും, ഈ സൂര്യസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ മാഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ആ 4 വേദങ്ങളുടെ സാമവേദ, ഋഗ്വേദം, യജുർവേദ മന്ത്രങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണു, ഭഗവാനെ സ്തുതിക്കും. ഗന്ധർവന്മാരെ ആ ഗാനം ചെയ്തുകൊണ്ടിരിക്കും ഭഗവാന്റെ മഹത്വങ്ങൾ. അതുമാതിരി അപ്സരസുകള് ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. ഉന്നഹ്യന്തി രഥം നാഗ ഗ്രാമണ്യോ രഥയോ ജഗ ചോദയന്തി രഥം പൃഷ്ഠേ നൈഋത ബലശാലിന. ഈ നാഗങ്ങൾ എന്ത് ചെയ്യും, ആ വലിയ സർപ്പങ്ങൾ ഈ തേരിൻ്റെ ഇതിനൊക്കെ കെട്ടിച്ച് ബന്ധിപ്പിക്കുന്ന കോപ്പുകളൊക്കെ മുറുക്കി കെട്ടണത് ഈ സർപ്പങ്ങളെ കൊണ്ടാണ്. യക്ഷന്മാരാണ് ഈ തേർക്കോപ്പുകളെ അതാത് സ്ഥാനത്തിൽ യോജിപ്പിച്ച് നിർത്തുന്നത്. ബലശാലികളായിട്ടുള്ള രാക്ഷസന്മാരെന്ത് ചെയ്യും, ഈ തേരിനെ പിൻഭാഗത്ത് നിന്ന് അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. ബാലഖില്യാസഹസ്രാണി ഷഷ്ടി ബ്രഹ്മർഷയോമല പുരതോഭിമുഖം യന്തി സ്തുവന്തി സ്തുതി വിഭും. ശുദ്ധ അന്ധകാരണന്മാരായിട്ടുള്ള ബ്രഹ്മർഷികളായിട്ടുള്ള 60 സഹസ്രാണി എന്നാ പറയുക. എത്ര 60,000 ബാലഖില്യന്മാരെന്ന് പറഞ്ഞുള്ള മഹർഷിമാരുണ്ട്. അവരെന്ത് ചെയ്യിച്ചാൽ മുൻഭാഗത്ത് ആ എതിർമുഖം തിരിഞ്ഞ്, അതായത് അവർ പിന്നാക്കം നടക്കുക, ഭഗവാനെ നോക്കി തൊഴുതുകൊണ്ട് ഇങ്ങനെ പിന്നാക്കം നടന്നുകൊണ്ടിരിക്കും. ഈ ഇതിൽ സ്തുതി വിഭും സ്തുവന്തി, ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ബാലഖില്യന്മാർ ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ പിന്നാക്കമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു പറയാൻ. അങ്ങനെയാണ് ആ സൂര്യന്റെ ഘോഷയാത്ര. ഏവം ഹ്യനാധിനതോ ഭഗവാൻ ഹരീശ്വര കൽപ്പേ കൽപ്പേ സ്വമാത്മാനം വ്യൂഹ്യലോകാനവത്യജ. ഇങ്ങനെ ആദിയും അന്തവും ഇല്ലാത്തതായിട്ടുള്ള ആ അജനായിട്ടുള്ള ഈശ്വരൻ്റെ ജന്മാദി വികാരങ്ങളൊന്നും ഇല്ലാത്ത ഈശ്വരനായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ ഓരോ കൽപ്പം തോറും തൻ്റെ ആ സ്വരൂപത്തെ അങ്ങനെ 12ആയി വിഭജിച്ചിട്ട് ലോകത്തിനെ മുഴുവൻ ലോകത്തിനെ മുഴുവൻ രക്ഷിക്കണു ഭഗവാൻ എന്ന് പറയുകയാണ് സൂര്യസ്വരൂപത്തിലെ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വാദശസ്കന്ധേ ആശ്രയ നിരൂപണേ ഭഗവദംഗാദി നിരൂപണം നാമ ഏകാദശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.